നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചു. 11,077 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആര്യടൻ ഷൗക്കത്തിന്റെ വിജയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വിജയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. തൃശൂർ DCC ഓഫീസിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും മധുരപലഹാരം വിതരണം ചെയ്തുമായിരുന്നു ആഹ്ലാദ പ്രകടനം. തൃശൂർ കൊടുങ്ങല്ലൂർ തൃപ്രയാർ റോഡിലെ സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത മൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK വിനോദ് ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത വാണിയംപാറയിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. എറണാകുളത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് പോയിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി വാഴാനി ഡാം സ്ലൂയിസ് വാൽവ് തുറന്നു. 18 സെന്റിമീറ്ററാണ് തുറന്നത്. 55.83 മീറ്ററാണ് ഡാമിലെ നിലവിലെ ജലനിരപ്പ്. ചലച്ചിത്ര നടൻ മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം പുലർച്ചെ 4 മണിയോടെയാണ് മോഹൻലാൽ തൃപ്രയാർ ക്ഷേത്രത്തിൽ എത്തിയത്. എളവള്ളി കൊച്ചിൻ ഫ്രോണ്ടിയർ തോട്ടിൽ കാണാതായ യുവാവിനു വേണ്ടി തിരച്ചിൽ തുടരുന്നു. കടവല്ലൂർ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന ഞാറേപ്പറമ്പിൽ കൊണ്ടാരം വളപ്പിൽ സത്യനെയാണ് കാണാതായത്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോട്ടയം MG സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ നിന്ന് MA മലയാളത്തിൽ 2ാം റാങ്ക് നേടിയ K ഹരിതയെ യൂത്ത് കോൺഗ്രസ് മട്ടത്തൂർ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉപഹാരം സമ്മാനിച്ചു. ചാവക്കാട് താലൂക്ക് NSS കരയോഗം യൂണിയൻ പെരുവല്ലൂർ മേഖലാ സമ്മേളനം നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗം പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും ബാർ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച യോഗ വാരാചരണം വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി R മിനി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രദീപ് കാട്ടാളത്ത് ക്ലാസ് എടുത്തു. CPI വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPI നേതാവായിരുന്ന KK ചന്ദ്രന്റെ 12ാമത് അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മിഠായി തെരുവിൽ റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ ഇടിച്ച് മധ്യവയസ്കൻ മരിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ സ്ത്രീയെയും കുട്ടികളെയും ഹോട്ടലിലെ ഇതര സംസ്ഥാന തൊഴിലാളി അപമാനിച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ജീവനക്കാരനെ പരിക്കേറ്റു. ഞായറാഴ്ച രാത്രി വടക്കേനടയിലെ സുപ്രീം ഹോട്ടലിലായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിൽ മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ആളപായമില്ല. കോട്ടപ്പുറം ചേരമാൻ പറമ്പിന് സമീപത്തെ ബദാം മരത്തിന്റെ കൊമ്പാണ് ഒടിഞ്ഞു വീണത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരിക്കെതിരെ നൃത്ത നാടക സംഗീത ശില്പം അരങ്ങേറി. മേയർ MK വർഗീസ് നൃത്തശില്പം ഉദ്ഘാടനം ചെയ്തു. മുരിയാട് പഞ്ചായത്ത് സംഘടിപ്പിച്ച ഞാറ്റുവേല മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി. ഘോഷയാത്രയ്ക്ക് തെയ്യവും മേളവും അകമ്പടിയായി. വെങ്കിടങ്ങ് പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികാഘോഷം മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ വടക്കേത്തറ തണ്ടാൻ സമുദായ സംരക്ഷണ സമിതിയുടെ 25ാം വാർഷിക പൊതുയോഗം സമിതി പ്രസിഡന്റ് C രാജു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി P സുന്ദരൻ അധ്യക്ഷനായി. പാമ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1989-90 10ാം ക്ലാസ് ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. രാഗരത്നം മണ്ണൂർ രാജകുമാരനുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യവിഷബാധയുണ്ടായ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ PTA പ്രസിഡന്റ് PT സുശാന്തിന് നേരെ ആക്രമണം. സ്കൂളിലെത്തിയ നെല്ലുവായി മുണ്ടൻകോട് സ്വദേശി പ്രമോദാണ് ആക്രമണം നടത്തിയത്. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയിൽ മക്കൾക്ക് ഒരു മരം പദ്ധതിക്ക് തുടക്കമായി. ഗുരുവായൂർ സായ് സഞ്ജീവനി ട്രസ്റ്റിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എരുമപ്പെട്ടി മങ്ങാട് മഹാത്മാ അക്ഷരമുറ്റം വായനശാല സംഘടിപ്പിച്ച
ആ അറ്റ് അക്ഷരമുറ്റം പരിപാടി ഗിന്നസ് സത്താറാദൂർ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ TG രവി പ്രഭാഷണം നടത്തി. ചെറുകാടിന്റെ നാടകങ്ങൾ സമഗ്ര പഠനം എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടന്ന ചടങ്ങിൽ സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഏനാമാക്കാൽ കൈരളി കലാവേദിയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തെ തുടർന്ന് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ആഹ്ലാദ പ്രകടനം നടത്തി. നേതാക്കളായ KM ബാബുരാജ്, സുധൻ കാരയിൽ, രാജു തളിയപ്പറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന വിദ്യാർത്ഥി ശാക്തീകരണ പരിപാടി ഇരിങ്ങാലക്കുട റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥൻ PM ജദീർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TS മനോജ് കുമാർ അധ്യക്ഷനായിരുന്നു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.